കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ സംവരണത്തിനും അപ്പുറം എന്ത്, സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുവഴികൾ ചർച്ച കേൾക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ ജെ ദേവിക, ഡോക്ടർ വിനീത വിജയൻ, അഡ്വക്കേറ്റ് അദീപ് വിജയ്. ചർച്ച നയിക്കുന്നത് ദിലീപ് MK. ഏവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ശാക്തീകരണം എന്നത്. ശാക്തീകരണത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള ഘട്ടത്തിൽ അതിൻ്റെ ഒരു അസ്ഥിവാരം എന്നുള്ളത് എല്ലായിടങ്ങളിലേക്കും സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പ്രാതിനിധ്യം എന്നതിൻ്റെ ആദ്യ പടിയായാണ് നമ്മൾ സംവരണം എന്നതിനെ കാണുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആദ്യ പടിയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ വിഷയത്തെ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പ്രൊഫസർ ജി ദേവിക. ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ശക്തി പകരുക എന്നാണ്. അതായത് മുൻപ് ശക്തി ഇല്ലാത്തവർക്ക് ശക്തി പകരുക. നമ്മുടെ പശ്ചാത്തലത്തിൽ എവിടുന്നാണ് ഈ ശക്തിയുടെ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഭരണകൂടമാണ്. ഭരണകൂടത്തിൻ്റെ ശക്തി അല്പം പകർന്ന് സ്ത്രീകളെ ശക്തരാക്കുക എന്നുള്ള ആ പ്രക്രിയയ്ക്കും ലക്ഷ്യത്തിനും ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പദമാണ് ശാക്തീകരണം. അപ്പം അതിന് പല ഉപകരണങ്ങളുണ്ട്. അതിലൊരു ഉപകരണമാണ് സംവരണം. ശാക്തീകരണം വിമോചനം അല്ല എന്നുള്ളതാണ്. വിമോചനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിതൃമേധാവിത്വ വ്യവസ്ഥയ്ക്ക് അപ്പുറം കടക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് അത് ഏൽപ്പിക്കുന്ന വിലങ്ങുകളെ അഴിച്ചു കളയുക എന്നുള്ളതാണ്. ശാക്തീകരണം കൃത്യമായ അതിരുള്ള, നിയന്ത്രണമുള്ള, മാനേജ് ചെയ്യാവുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനം എന്നുള്ളതാണ്. അത്തരം ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഏതൊരു വിഭാഗത്തിൻ്റെയും അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനം സാധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് നമ്മുടെ രാജ്യത്ത് കാണാവുന്നത് വിദ്യാഭ്യാസത്തെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെതായ ഇടങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ രണ്ടിടങ്ങളിലേക്കും ഒരു സ്ത്രീയെ വിദ്യാസമ്പന്നയാക്കുന്നു. അവൾ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാവുന്ന പദവികളിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഒരു ടൂളിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ എംപവർമെൻ്റ് എന്നുള്ള വാക്ക് ഈ ഫെമിനിസ്റ്റ് വ്യവഹാരങ്ങളിൽ ആദ്യം നമ്മൾ കേട്ടു തുടങ്ങുന്നത് ആഫ്രോ അമേരിക്കൻ ഫെമിനിസ്റ്റുകളുടെ എഴുത്തുകളിലാണ്. ഒരു വശത്ത് സാമ്പത്തികമായ അടിമത്തം, സാമൂഹികമായ വലിയ ഒറ്റപ്പെടൽ, വംശീയവാദം ഏൽപ്പിക്കുന്ന മനഃശാസ്ത്രപരമായ ആഘാതം അതിനു മീതെ. അങ്ങനെയുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഈ ശരിക്കും ആഫ്രോ അമേരിക്കൻ ഫെമിനിസം ഉണ്ടാകുന്നത്. അവിടെ എങ്ങനെ സ്ത്രീകൾക്ക് സ്വയം ശക്തരാകാം എന്നുള്ള ചോദ്യത്തിനൊരു മറുപടിയായിട്ടാണ് ശാക്തീകരണം എന്ന ഒരു സങ്കല്പനം ഉണ്ടാകുന്നത്. അതായത് സ്വയം ശക്തി പ്രാപിക്കുക, കൂട്ടായ രാഷ്ട്രീയവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുക, കൂട്ടുചേർന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുക, കൂട്ടുചേർന്ന് സ്വന്തം പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്വയം ശക്തരാകുന്നതിനെക്കുറിച്ച് പറയാനാണ് ഈ എംപവർമെൻറ്റ് എന്നുള്ള വേർഡ് ആദ്യം നമ്മൾ കണ്ടുവരുന്നത്. അതിനുശേഷം പിന്നീട് 1980കളിൽ ആഗോള വികസന സംഘടനകൾ ഈ വാക്കിനെ സ്വീകരിക്കുകയും വികസന പശ്ചാത്തലത്തിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഭരണകൂടം കടന്നു വരുന്നത്. ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരംശം ദരിദ്ര വനിതകളിലേക്ക് പകർന്നാൽ അവർ ശാക്തീകരിക്കപ്പെടും എന്നാണ്. കാരണം അവർ തദ്ദേശ തലങ്ങളിൽ അവർ അധികാരശൂന്യരാണ്. ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെ ഒരു അംശം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സംവരണം വരുന്നത്. കാരണം പ്രത്യേകിച്ചും തദ്ദേശതല സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കും സംവരണം വരണം എന്ന ഒരു ആവശ്യം ആഗോളതലത്തിൽ തന്നെ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ആഫ്രോ അമേരിക്കൻ അതിന് സമാനമായ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും ഒരു കാലത്തുണ്ടായിരുന്നു. ഇവിടെ സ്ത്രീകൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ വേറെയായിരുന്നു. നമ്മുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ ശാക്തീകരണത്തിന് നമുക്ക് ഏത് രീതിയിലാണ് കാണാൻ കഴിയുക? ഡോക്ടർ വിനീത. സാഹിത്യത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ, കാര്യം നമുക്ക് സ്ത്രീകളുടേതായിട്ട് അവരുടെ ഒരു സ്വത്വ സംബന്ധമായിട്ടുള്ള രേഖപ്പെടുത്തപ്പെട്ട തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ സാഹിത്യ പഠന സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടുന്നത്. അത് സംഘകാലത്ത് നിന്നിട്ടാണ് നമുക്ക് ഈ സ്ത്രീകളുടെ സ്വയം അടയാളപ്പെടുത്തലിൻ്റെ ആദ്യ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേരളമാവുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു രൂപീകരണ ഘട്ടത്തിനൊക്കെ മുമ്പേ, ചരിത്രത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടില്ല. തൊഴിൽ കൂട്ടങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ആ ഭൂമിയെ തന്നെ വിഭജിച്ചിരുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനം നെയ്തലെന്നും പാലയെന്നും മരുതമെന്നും കുറിഞ്ഞിയെന്നും ഒക്കെയാണ്. അപ്പം അങ്ങനെ
വിഭജിക്കപ്പെട്ടിരുന്ന ഇടത്ത് ഈ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്നു. തുല്യമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തുല്യ പ്രാധാന്യം അവരുടെ എഴുത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള രേഖകൾ എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ സംഘകാലം കഴിഞ്ഞ് ഈ ആര്യാധിനിവേശം കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുമില്ല, ദലിതർ എന്ന് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് കണക്കാക്കുന്ന ആളുകളും സാഹിത്യത്തിലില്ല, ഒരു രേഖകളിലും ഇല്ല. അവരെവിടെ പോയി? സംഘകാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് പിന്നെ വരുന്നത്. പാട്ടുപ്രസ്ഥാനം കഴിഞ്ഞിട്ട് ഭക്തി സാഹിത്യം, അതിൽ പലതരത്തിലുള്ള ഇപ്പോൾ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു നോക്കിയാലും അവിടെ എങ്ങും നമ്മളൊരു സ്ത്രീയെ കാണുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ശാക്തീകരണത്തെക്കുറിച്ച് 2025 ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെയാണ്. കേവലം ഒരു നൂറ്റാണ്ടിനും ഏതാനും ദശാബ്ദങ്ങളുടെയും പ്രായം മാത്രമേ സ്ത്രീക്ക് അക്ഷരത്തിലേക്ക് പോലുമുള്ള കടന്നുവരവില്ല. അത് ഒരാളും ഔദാര്യമായിട്ട് കൊടുത്തൊരു കടന്നുവരവ് ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, നമ്മൾ ഈ സംവരണത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് വീണ്ടും ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അക്ഷരം എന്ന് പറയുന്നത് നമുക്കതിനെ ഒരു തരത്തിലും വില കുറച്ച് കാണാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നമുക്ക് എഴുതാനും വായിക്കാനുമുള്ള കഴിവുള്ള ഒരാൾക്ക് കൂടുതലായി ലോകത്തെ മനസ്സിലാക്കാനും വ്യവസ്ഥിതിക്കനുസരിച്ച് അല്ലെങ്കിൽ അതിനെതിരെ താൻ ഇന്നതാണ് അനുഭവിക്കുന്നത് എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് എത്തുന്നതിൽ വായനയ്ക്കും എഴുത്തിനും ഒക്കെ വലിയൊരു പങ്കുണ്ട്. അത് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവികമായിട്ട് സൂചിപ്പിച്ചു ഭരണതലങ്ങളിലേക്ക് അല്ലെങ്കിൽ അധികാരം, അപ്പം അത് സമൂഹത്തിന്റെ ഒരു ഉപരിവർഗത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ അവിടെ നമുക്ക് ശാക്തീകരണത്തെ ഏത് തരത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക? കേരളത്തിൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കാര്യമായിട്ട് കടക്കുന്നത് 1985 മുതലാണ്. ആ കാലം മുതൽ നിങ്ങളൊന്ന് നോക്കുക, മലയാള സാഹിത്യത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം എത്രത്തോളം ഉയർന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, ഉന്നതതല രാഷ്ട്രീയമൊഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളിലും സ്ത്രീകളുടെ ഒരു കുതിച്ചു കയറ്റം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് വിദ്യാഭ്യാസവുമായിട്ടാണ് അത് കൃത്യമായിട്ടും കോറിലേറ്റ് ചെയ്ത് വരുന്നത്. കേരളത്തിലെ വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ നല്ല അതിശക്തമായ വ്യക്തിവൽക്കരണം നേടിയ സ്ത്രീകളാണ് മലയാളി സ്ത്രീകൾ പൊതുവെ. ദിലീപ് ചോദിച്ച ചോദ്യത്തിന് ഭാഗികമായ ഒരു ഉത്തരം, കല്യാണങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ശരാശരി നോക്കിയാൽ വധു വരനേക്കാളധികം വിദ്യാഭ്യാസം നേടിയവളാണ് മിക്ക സമുദായങ്ങളിലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സ്ത്രീകളുടെ ഉൾലോകങ്ങളിൽ ഉണ്ടാകുന്ന ഒരു തുറവിയുണ്ട്. ആ തുറവിക്ക് അതിനെ താങ്ങി നിർത്താൻ ആവശ്യമായ വിഭവങ്ങളും മറ്റും സ്വയം സമ്പാദിക്കാനുള്ള സാഹചര്യം കേരളത്തിലില്ല ഒട്ടും. അതായത് തൊഴിലിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീകൾ വളരെ വളരെ പിന്നിലാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ധാരാളം ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളുള്ളൊരു നാടാണ്, പക്ഷേ അവർക്ക് സ്വന്തം ജീവിതം സ്വയം കരുപിടിപ്പിക്കാൻ ആവശ്യമായ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. ആ പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ത്രീധനമാകട്ടെ, സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഫലങ്ങളാകട്ടെ, ഇങ്ങനെ പലതും ഉണ്ടായി വരുന്നത്. ഈ ഒരു വിഷയത്തിൽ സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അതിൽ ഭരണകൂടത്തോടൊപ്പം പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കോടതി വിധികളാണ്, കോടതിയുടെ പരാമർശങ്ങളാണ്, കോടതിയുടെ ഇടപെടലുകളാണ് പല സംഭവങ്ങളിലും. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം പോലുള്ള കാര്യങ്ങളെയൊക്കെയും വീണ്ടും വീണ്ടും നമുക്ക് അത്തരം ആശയങ്ങളെ പല വിധികൾ കൊണ്ടും അരക്കിട്ടുറപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അദീപ്? സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാക്തീകരണം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സ്ത്രീ പൂർണ്ണമായും ശാക്തീകരിക്കപ്പെടുന്നത്. ഈ ഭാരതം സ്വതന്ത്രമായി കഴിഞ്ഞ ഇത്രയും കാലാകാലങ്ങളിൽ നമ്മളെ ഭരിച്ചു വരുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ മാറി മാറി വന്നിരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഒരുപാട് നിയമനിർമ്മാണങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, കോടതികളുടെ ഒരുപാട് ഇടപെടലുകൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു രസകരമായൊരു കാര്യം, ഒരു സ്ത്രീ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കാണുന്നു. അതിനകത്ത് കുറേ ക്വാളിഫിക്കേഷൻസും മറ്റും പറയുന്നു. നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് ആ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്, പക്ഷേ ഏറ്റവും അവസാനം ഒൺലി മെയിൽ ക്യാൻ അപ്ലൈ ഫോർ ദിസ് ജോബ്. എന്തുകൊണ്ട്? അവർ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ജോലിക്ക് രാത്രി കാലങ്ങളിൽ കൂടി ജോലി ചെയ്യണം. അപ്പോൾ രാത്രി കാലങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ടി വരുന്നിടത്തൊന്നും സ്ത്രീയെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ സ്ത്രീയെ മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് തീരുമാനിച്ചത്, ഈ ജോലിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും സ്ത്രീ വേണ്ട എന്ന് തീരുമാനിച്ചത്. ഈ കേസിൽ ജസ്റ്റിസ് അനു ശിവരാമൻ വളരെ ലാൻഡ്മാർക്കായിട്ടുള്ളൊരു ഡിസിഷൻ പറഞ്ഞു. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ക്വാളിഫിക്കേഷനുള്ള ഒരു സ്ത്രീയെയും ഒരു ജോലിയിൽ നിന്നും തടസ്സപ്പെടുത്താൻ പാടില്ല.
അത് 2021 ഇനി ഇതിൻ്റെ ഒരു മറുവശം, ചിലയിടങ്ങളിൽ സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് ചില ഘടകങ്ങൾ പറയുന്നുണ്ട്. പേ പാരിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി. ചിലയിടങ്ങളിൽ ഇതിൻ്റെ മറുവശം നമ്മൾ കാണാറുണ്ട്, ജോലിക്കാരെ ആവശ്യമുണ്ട്, സ്ത്രീകൾ മാത്രം. പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ട അവിടെ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി വിനീത മാഡത്തിൻ്റെ അഭിപ്രായം. ഉൽപാദനപരമായ തൊഴിലിടങ്ങളിൽ പുരുഷനും സേവന മേഖലകളിൽ സ്ത്രീകളും, ഇതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് തുടർന്നത്. ഇപ്പോൾ സേവന മേഖല എന്ന് വെച്ചാൽ നേഴ്സിംഗ് ഉൾപ്പെടെ, ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, അങ്ങനത്തെ മേഖലകളിലെല്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യം, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ട ഇടങ്ങളിൽ പുരുഷന് മുൻഗണന. ഇന്ന് ഞാനൊരു കോളേജ് അധ്യാപികയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ, ഞാൻ തെരുവിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന കച്ചവടം മുതൽ, ഈ രാത്രികളിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ഈ വിധിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 8 വർഷം എറണാകുളം എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിൽ രാത്രി 1 മണി വരെ 2 മണി വരെ തുറന്നിരിക്കുന്ന ഒരു തട്ടുകട നടത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരുപക്ഷെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു അക്കാഡമിക് മേഖലയിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ളതിലുപരിയായിട്ട് ഞാൻ കടന്നു വന്ന എല്ലാ മേഖലകളിലെയും സ്ത്രീകൾ ഒരു പക്ഷേ അവർക്ക് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി സംസാരിക്കാനുള്ള ആവത് എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അത്തരം ഇടങ്ങളിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് സ്ത്രീകളെ സമയങ്ങളുടെ ക്രമമനുസരിച്ചിട്ട് തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളിടത്ത് അവിടെ സ്ത്രീകളല്ല പ്രശ്നക്കാർ. പ്രത്യേകിച്ച് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ സമയപരിധിയൊന്നുമില്ല. എങ്കിലും രാത്രി 12 മണി വരെയൊക്കെയാണ് സിംഗിൾ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ സാധാരണ മനുഷ്യർ എന്ന് പറയുന്ന ആളുകളുടെ വിഹാര സമയം എന്ന് പറയുന്നത്. പിന്നെ ഇറങ്ങുന്നതെല്ലാം അസാധാരണ മനുഷ്യരാണ്. നമ്മൾ ഈ പലപ്പോഴും നിയമങ്ങളെ, ഒരു സംഭവം ഉണ്ടാകുന്നു, അതിൻ്റെ പേരിലൊരു വിധി ഉണ്ടാകുന്നു, പിന്നീട് ഒരു നിയമം ഉണ്ടാകുന്നു. ഈ ഒരു ഫോർമാറ്റിൽ ഒരു തുടർക്കഥ ഇതിനകത്തുണ്ടല്ലോ. അല്ല, അതിലൊരു വിഷയമുണ്ട്. അതായത് നമുക്ക് നിയമങ്ങൾ, ഇപ്പം വക്കീൽ അതിൻ്റെ വിശദാംശങ്ങൾ, നിയമപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ രാജ്യമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുള്ള ഒരു ദേശമാണ് നമുക്ക്. പിന്നെ സതീ നിരോധന നിയമമായാലും ചൈൽഡ് മാരേജ് അബോളിഷൻ ആക്ട് ആയാലും ഒക്കെ നമുക്ക് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. അതിനുശേഷം ഈ 70 വർഷത്തെ ജനാധിപത്യ മഹത്വം കൊട്ടിഘോഷിക്കുന്ന നമുക്ക് ആർട്ടിക്കിളുകളുടെ എണ്ണമായാലും, അതിനുശേഷം ഇപ്പം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പോലും, കടമകളിൽ പോലും, അതുപോലെ നിർദ്ദേശക തത്വങ്ങളിൽ പോലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യയിലുള്ളതുപോലെ ലോകത്ത് ഒരിടത്തുമില്ല. ഇതൊക്കെ ചെയ്തിട്ടും ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും 129ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. ഇനി അതും പൊക്കോട്ടെ, നമ്മുടെ ദേശീയ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ 14 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള 53% സ്ത്രീകൾ അനീമിക്കാണെന്ന് പറയുന്നു. ഇപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ആരോഗ്യ സൂചികയിൽ ലോകത്തിൽ തന്നെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു രാജ്യത്ത് പകുതിയിലേറെ വരുന്ന സ്ത്രീകളുടെ ആരോഗ്യ സൂചിക ഇത്രയും താഴ്ന്നൊരവസ്ഥയിലായിരിക്കുമ്പോഴും എക്കണോമിക്കായിട്ട് അവർ ശാക്തീകരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അവർക്ക് തൊഴിലെടുക്കാനുള്ള ആരോഗ്യം വേണ്ടേന്നേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രൊവിഷൻസ് നീതിന്യായ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പൊളിറ്റിക്കൽ എംപവർമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന സംവരണത്തിൻ്റെ സാധ്യതയുള്ളൂ. അവിടെ പോലും വളരെ നാമമാത്രമായിട്ടുള്ള ആ ഒരു പ്രിവിലേജേ സ്ത്രീക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എംപവേർഡായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നേരിട്ടിറങ്ങുന്ന സ്ത്രീ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നേരിടണം. അപ്പോൾ ഇതിന് സ്ത്രീകളുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ശാക്തീകരണത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടാണ്? ശരിക്കും ഈ ശാക്തീകരണം മാനസികവും കൂടി ആവണം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കേരളത്തിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സന്ദേശങ്ങളാണ് കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഇപ്പം മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു പെൺകുട്ടി പഠിച്ചില്ലെങ്കിൽ അതിനെ കെട്ടിച്ചു വിടാം എന്നുള്ള പോലെ, കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നിങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് വീട്ടുകാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ ശിക്ഷയൊക്കെ തന്നെ കിട്ടും. പക്ഷേ ഈ സഹോദരന്മാർക്കില്ലാത്ത വേറെ കുറേ ബാധ്യതകൾ പെൺകുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കും എന്നുള്ളതാണ് സത്യം. കുറേയൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ശരീരങ്ങളിലാണ് ഈ കുടുംബത്തിൻ്റെ മാനം നിലനിൽക്കുന്നത് എന്നുള്ള ആ ധാരണ ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സർവേലൻസിന് എപ്പോഴും നിങ്ങൾ വിധേയമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമയത്ത് വളരെ കാര്യമായ വ്യക്തിവൽക്കരണവും വ്യക്തിവികാസവും ഉണ്ടാവുകയും അതിൻ്റെ പുറത്ത് ഈ പറയുന്ന പോലെ വ്യക്തിത്വ ചുരുക്കം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഈ ചുഴിഞ്ഞ നോട്ടത്തിന് വിധേയമാവുകയും ചെയ്യേണ്ടി വരുമ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു ഞാണ് വലിച്ചു കെട്ടി അതിൻ്റെ പുറത്തൂടെ നടക്കുന്ന പോലെയാണ് ഒരു മലയാളി സ്ത്രീ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം വളരെ വലുതാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചു പോയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. കല്യാണം കഴിച്ചു പോകുന്ന സ്ത്രീകളെല്ലാം പ്രതീക്ഷിക്കുന്നത് അവർ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അവരുടെ ഈ വ്യക്തി വികാസത്തെ, അതിലൂടെ കിട്ടുന്ന ഊർജം പ്രയോഗിക്കാനുള്ള
അവസരം എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നതും പോകുന്നതും. അവിടെ ചെല്ലുമ്പോഴെന്താ സ്ഥിതി? അങ്ങനെയൊന്നുമല്ല. അവിടെയും വേറെ ഒരു ലോകമാണ്. അവിടെ വേറെ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ തീരുമാനിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ പുരുഷന്മാർ അവരുടെ കുറേ ആവശ്യങ്ങളുണ്ട്. അതൊന്നും ഈ പെൺകുട്ടി അവിടെ ചെല്ലുമ്പോൾ അവളുടെ വ്യക്തിവികാസമൊന്നും അല്ല അവിടുത്തെ ഒരു വിഷയം. ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു വിടുന്ന വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ വന്ന് സാധാരണയായി പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ എന്ത് പറയും? മോളെ അത് ക്ഷമിക്കുക, അത് പോട്ടെ, അത് സാരമില്ല, നിൻ്റെ ഭർത്താവല്ലേ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയല്ലേ, നീ അങ്ങ് ക്ഷമിക്കും, നീ അവനോടൊപ്പം ജീവിക്കാനുള്ളതല്ലേ. ആ തലങ്ങളൊക്കെ മാറി ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ ആരുടെയും മേലും അടിച്ചേൽപ്പിക്കാൻ പെടുന്ന ഒരാളല്ല എന്ന് സ്ത്രീകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ ഒരു ഭാഗത്തുകൂടെ ആനയിച്ച് കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ വാർപ്പ് മാതൃകൾ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക്, നമ്മുടെ സിനിമകൾക്ക് ഇവരെയൊക്കെ പൊതുവെ കുറ്റപ്പെടുന്നതിനെ കുറിച്ച് ഡോക്ടർ വിനീതയുടെ അഭിപ്രായം? വാർപ്പ് മാതൃകകൾ ഉണ്ടാക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ സിനിമ മാത്രമല്ല, എഴുത്തുകളായാലും നമ്മുടെ സാഹിത്യ സൃഷ്ടികളായാലും ഒക്കെ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ നമുക്ക് തുടക്കകാലത്തുള്ള സ്ത്രീകൾ തന്നെ എഴുതിയ കവിതകളിൽ തന്നെ ഭർതൃ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് ഉത്തമ സ്ത്രീകൾ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കുടുംബിനി കവയിത്രികളെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ അവസരങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും എന്നിൽ തന്നെ നിക്ഷിപ്തമാണെന്നൊരു സ്ത്രീക്ക് സ്വയം ബോധ്യമാവുന്നിടത്താണ് അവൾ ശാക്തീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ശാക്തീകരണത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി തോന്നിയിട്ടുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിന് മേൽ എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരിയായിട്ട് അവൾ മാറുന്ന ഒരു തലത്തിലേക്ക് മാറ്റാൻ നമ്മുടെ സമൂഹം എത്തരത്തിൽ സഹായിക്കുന്നു. ഇവിടെയാണ് സംവരണത്തിൻ്റെ, നമ്മൾ ഈ നമ്മുടെ ചർച്ചാ വിഷയത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ സംവരണത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിച്ചു? മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ആ സംവരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഷയം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. സംവരണത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഇടങ്ങൾ, നമ്മളിപ്പോൾ പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ നാമമാത്രമായുള്ള സ്ത്രീകൾ, സംവരണത്തിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഒട്ടേറെ സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. ഏതിൻ്റെയെങ്കിലും തലപ്പത്ത് പേരിനെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? കേരളത്തിൽ ആകെ 3 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരായിട്ട് 3 സ്ത്രീകൾ വന്നിട്ടുള്ളൂ. ഈ കാലഘട്ടം കൊണ്ട്, ഈ 10-70 കാലം കൊണ്ട് 3 പേരാണ് വന്നിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനങ്ങളിലേക്കും ഒരു സംവരണം എന്നുള്ള സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് ഒരു നേതാവിനെ ശാക്തീകരിക്കാനോ സാധിക്കാത്ത. മാഡം പറഞ്ഞതിന് ഞാൻ ഒന്ന് കണ്ണിക്കുക. അതായത് ഒരു സ്ത്രീ അവളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിപ്പെടേണ്ട ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിന് റിസർവേഷൻ ബാധകമല്ല. റിസർവേഷൻ വരുന്നത് എപ്പോഴും എവിടെയാണ്? രാഷ്ട്രീയമായിട്ടുള്ള എംപവർമെൻറ്റിലേക്കാണ്. ഇപ്പം ഒരു മത്സര പരീക്ഷ നോക്കൂ. കേരളത്തിൽ വളരെ വിദ്യാഭ്യാസ സമ്പന്നരും നല്ല രീതിയിൽ പഠിക്കുന്നതും മത്സര പരീക്ഷയിൽ അങ്ങേയറ്റം എഴുന്നൂരുവാണ്. PSC അടക്കമുള്ള എക്സാമുകളിൽ, ജുഡീഷ്യൽ സർവീസുകൾ അടക്കമുള്ള എക്സാമുകളിലെല്ലാം സ്ത്രീകളുടെ വലിയൊരു തേരോട്ടമാണ്, മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരുന്ന മേഖലകളിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കൊരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല? പാട്രിയാർട്ടിക്കൽ മൈൻഡ് സെറ്റ് മാറാതെ നമ്മൾ 2029 കൂടി പുതിയ റിസർവേഷനിലേക്ക് പോവുകയാണ്. ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേഷനിലും എല്ലാം 1% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ മത സംവിധാനങ്ങളിലെല്ലാം ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഈ പാട്രിയാർട്ടിക്കൽ മൈൻഡ് സെറ്റ് മാറിയാൽ മാത്രമേ ആ മേഖലകളിൽ കൂടി സ്ത്രീ ശാക്തീകരണം നടപ്പാവൂ. ഈ ചെയർപേഴ്സൺ സ്ഥാനം ഒരു മത്സര പരീക്ഷയിൽ കൂടി നേടേണ്ട ഒന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രയോ സ്ത്രീകൾ അതുവഴി കടന്നു. അത്തരത്തിലുള്ളൊരു ഉത്തരവ് ആൾറെഡി വന്നു കഴിഞ്ഞു. PSC നിയമനമുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ആളുകൾ വരണം, നോമിനികൾ മാറണം. നോമിനികളായി വരുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് എത്ര സ്ത്രീകളാണ്? നോമിനികളായി വരുമ്പോൾ എപ്പോഴും പാട്രിയാർക്കി സംവിധാനം വഴിയേ വരും. ഇനി അത് പോയിക്കോട്ടെ, ഈ റിസർവേഷൻ വഴി അധികാരത്തിലെത്തുന്നത് ഇപ്പം കേരളത്തിന്റെ അവസ്ഥയിൽ കുറെ കൂടി മെച്ചമുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് പോകുമ്പോൾ ഭർത്താവായിരിക്കും പഞ്ചായത്തിന്റെയോ കൗൺസിലിന്റെയോ ഒക്കെ ഭരണം നടത്തുന്നത്. പ്രധാൻ പതി വിളിക്കുന്ന പേര് ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ അധികാരത്തിൽ വാർഡ് മെമ്പർമാരായും പ്രസിഡന്റ്മാരായിട്ടൊക്കെ തീർന്നിട്ടുള്ള ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള സ്ത്രീകൾ വരുമ്പോൾ എല്ലായിടങ്ങളിലും സ്ത്രീകളെ ഡെമ്മികളാക്കി ഇരുത്തിക്കൊണ്ട് ഭരണം നടത്തുന്നത് ഭർത്താവായിരിക്കും. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഭർത്താക്കന്മാരും വാർഡ് മെമ്പർമാരാണെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഭാര്യയ്ക്ക് ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ പോയി കസേര കയറി ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഈ സംവരണത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ചുരുക്കം മുന്നോട്ട് പോക്കേ നമുക്ക് സാധ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ
പറയപ്പെടുന്ന, നമ്മൾ വീർപ്പിച്ചു പിടിച്ചിരിക്കുന്ന ഒരു ബലൂൺ പോലെയാണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥ. എവിടെ എത്തി എന്നുള്ള ഒരു അവലോകനത്തിന് ശേഷമേ നമുക്കിനി മുമ്പോട്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ സംവരണം എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം കേരളത്തിൽ തന്നെ ഉള്ളത്. 2006 മുതൽ 2008 വരെ കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് ഇലക്ഷനിൽ കൂടെ വന്ന സ്ത്രീകളെ പറ്റി ഒരു വലിയ പഠനം നടത്തിയിരുന്നു. അതിൽ കണ്ട ഒരു രസകരമായ കാര്യം, സ്ത്രീ സംവരണം വഴി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഒരു സ്ത്രീ ഉള്ള പഞ്ചായത്തിൽ ഓൺ ആൻ ആവറേജ് ബാക്കി പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർസ് എല്ലാം ആണുങ്ങളാണ്. 3 ആണുങ്ങളായിരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ നിലയിലേക്കുള്ള റിസർവേഷൻ വന്നതോടുകൂടി അവിടെ സ്ത്രീകൾ കാര്യമായിട്ട് വരികയും പഞ്ചായത്തുകളിലെ ഡിസിഷൻസ് എവിടെയാണ് ഉണ്ടാകുന്നത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ്. അപ്പോൾ അവിടെ സ്ത്രീകളിരുന്ന് വേറൊരു പുതിയ തരം പരിചയം ഉണ്ടാക്കുകയും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഫൈനാൻസ് അടക്കം പലയിടത്തും സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിൻ്റെ ചെയർപേഴ്സൺഷിപ്സ് സ്ത്രീകൾക്കാണ്. സംവരണം കൂടാതെ തന്നെയും ഒരുപാട് സ്ത്രീകൾ അവിടെ വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ തദ്ദേശസ്ഥല സംവരണം നോക്കിയാൽ തന്നെ അറിയാം, ആദ്യത്തെ ടേമിൽ സ്ത്രീകളെ കിട്ടാൻ വലിയ പാടായിരുന്നു, ഓടി നടന്നൊക്കെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ ധാരാളം സ്ത്രീകൾ ക്യൂ നിൽക്കുന്നതെന്ന് മാത്രമല്ല, പഞ്ചായത്ത് വ്യവസ്ഥ നടത്തിക്കൊണ്ടു പോകുന്നത് വലിയൊരളവിൽ സ്ത്രീകളുടെ അധ്വാനം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. സാമ്പത്തികമായി ഉള്ള ഉന്നമനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സാമ്പത്തികമായി വരുമാനം ഉണ്ടാവുക, സ്വതന്ത്രമായി ആ സാമ്പത്തികം മാനേജ് ചെയ്യുക, അത് ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാവുക, അതിനെക്കുറിച്ച് ഡോക്ടർ വിനീത. സ്ത്രീയുടെ തൊഴിൽ വരുമാനം എന്ന് പറയുന്നതിന് ഇപ്പോൾ നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2013 ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഗാർഹിക തൊഴിലിൻ്റെ മൂല്യം പ്രതിദിനം 4500 രൂപയാണെന്നാണ്. അവൾ ആ വീടിൻ്റെ അകത്ത് എടുക്കുന്ന തൊഴിലിന് പുറത്ത് അതൊരു സർവീസ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4500 രൂപയുടെ മൂല്യമുള്ള തൊഴിലാണ്. തൊഴിലിടങ്ങളിലുള്ള ജോലി കൂടാതെയാണ്, അതായത് ഗാർഹിക തൊഴിലെന്ന് പറയുന്ന ഒരു ജോലി സമൂഹത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും എടുക്കുന്നുണ്ട്. ഈ വീട്ടിലെ ജോലി അതൊന്ന്. രണ്ടാമത്തത്, അവർ തൊഴിലെടുത്ത് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് അവർ പോകുന്നു, അവിടെ നിന്നൊരു വരുമാനം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വരുമാനവും തൊഴിൽ എന്നുള്ള രീതിയിലല്ലാതെ കുടുംബത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരുടെ അധ്വാനവും ഇതെല്ലാം കണക്കാക്കിയാൽ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ അധ്വാനം വിലമതിക്കപ്പെടേണ്ട അധിക മൂല്യമുള്ള അധ്വാനം അവൾ ജീവിക്കുന്ന ഇടം എവിടെയാണോ അവിടെ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും പാഠപുസ്തകങ്ങളിലും കരിക്കുലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബൈനറീസ് പോലും അങ്ങനെയാണല്ലോ, സിംഹം സിംഹിണി ഇങ്ങനെയാണല്ലോ നമ്മൾ പറയാം. ആദ്യത്തേത് ആര്, എന്തുകൊണ്ട് 2ാം തരം എന്നുള്ള ഒരു കണക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു പോന്നിട്ടുള്ളത്. നമ്മുടെ പറച്ചിലുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പഴഞ്ചൊല്ലുകൾ, നമ്മുടെ ഭാഷ എല്ലാം സ്ത്രീവിരുദ്ധമാണ്. നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലം തന്നെ അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ സ്ത്രീയുടെ അധ്വാനത്തിന് നമ്മൾ മൂല്യം കൊടുക്കണമെന്നും അതിനനുസരിച്ചിട്ടുള്ള പരിഗണന അവർക്ക് കൊടുക്കണം എന്നൊക്കെ നമുക്കത് പ്രസംഗത്തിൽ പറയാനേ പറ്റുള്ളൂ. അത് പ്രവൃത്തി പഥത്തിൽ നടപ്പാകുന്നുണ്ടോ എന്നുള്ളിടത്താണ് അതിലൊരു പ്രശ്നം. ആദ്യം പറഞ്ഞു, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു തുല്യാവകാശത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. തുല്യത, അവസരങ്ങളിലെ തുല്യത, അതുപോലെ പരിഗണനയിലെ തുല്യത, ഇതെല്ലാമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെയും കൊണ്ട് നമുക്ക് പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു വർഗം എന്ന നിലയ്ക്കോ പുരുഷനോടുള്ള സ്പർദ്ധയല്ല. ഞാനിതിനെ ഒരുപക്ഷെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു ബൈനറി, പെണ്ണുള്ളൊരു ബൈനറി അല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ലിംഗഭേദത്തിൽ കാണുന്നില്ല. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീക്ക് നമ്മളൊരു പ്രതികരിക്കുന്ന സ്ത്രീയുടെ ഒരു ഇമേജ് കൊടുക്കാറുണ്ട്. ശബ്ദമുയർത്തുന്ന സ്ത്രീ, പ്രതികരിക്കുന്ന സ്ത്രീ, കായികമായി പ്രതികരിക്കുന്ന സ്ത്രീ, വിമൺ എംപവർമെന്റിന്റെ കൂടെ ആയോധന കലകളെ കൂട്ടിച്ചേർക്കുക. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ഈ ശാക്തീകരണം എന്ന് പറയുന്നതിന് മറ്റൊരു ആംഗിളിലേക്ക് വഴി തിരിച്ചു വിടുന്ന ഉണ്ട്. ശാക്തീകരണം എന്ന് പറഞ്ഞാൽ വയലന്റ് ആവാനുള്ള അവകാശമല്ല. ഈ വയലൻസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വേണമെങ്കിലും മനഃശാസ്ത്ര പഠനങ്ങളുണ്ട്. വയലൻസിന്റെ വേര് ഭീതിയാണ്. ഭീതി എപ്പോഴും സുരക്ഷിതത്വം ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അരക്ഷിത ബോധത്തിൽ നിന്നാണ്. അരക്ഷിത ബോധം എന്ന് പറഞ്ഞാൽ ശക്തിശൂന്യതയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ വയലൻസിനുള്ള ആഹ്വാനങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. സ്ത്രീ ശാക്തീകരണം പോട്ടെ, ഒരു ശാക്തീകരണവും ഹിംസയുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. പൊതുവേ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, സ്ത്രീകൾ കുറച്ചുകൂടെ വൈകാരികമായ വിഷയങ്ങളെ സമീപിക്കും. പൊതുവേ സ്ത്രീകളെ വികാരജീവികളായി ടൈപ്പ് ചെയ്യപ്പെടുന്ന ഒരു സംഗതി സമൂഹത്തിലുണ്ട്. ഡിസിഷൻ മേക്കിംഗ് പക്ഷേ പലപ്പോഴും ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമീപനമാണ്. കുറച്ചുകൂടെ മാനുഷികത അധികമായി ആഡ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ കുറച്ചൊന്ന് ഗ്ലോറിഫൈ ചെയ്യുക, എന്നാൽ മറുവശത്ത് ഇതിനെ ഒരു കുഴപ്പമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഡോക്ടർ വിനീത. നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള അത്തരം ഇടങ്ങളിലേക്ക് വരുമ്പോൾ സ്ത്രീയെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നമുക്ക് കാണാനാവുന്നതിൻ്റെ അനേക ഉദാഹരണങ്ങളുണ്ട്. പലയിടങ്ങളിലും ഈ പുരുഷാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ, ആക്രമങ്ങളോടൊക്കെ ചെറുത്ത് നിൽക്കാനും പ്രതിരോധിക്കാനുമൊക്കെ വൈകാരികതയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളോ ഒക്കെ
വരികയാണെങ്കിൽ അതിൽ തെറ്റുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത്തരം പ്രതികരണങ്ങളിൽ നമ്മൾ കുറേ പിന്നോക്കമാണ് കേരളത്തിലെ പൊതുസമൂഹം. അതായത് നമ്മുടെ ഈ സ്ത്രീ പീഡനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇരകളാകുന്ന പെൺകുട്ടികളുടെ പേരുകൾ ആ പ്രദേശങ്ങളുടെ പേരുകളാണല്ലോ. പെൺകുട്ടിയെ ആക്രമിക്കുക എന്ന് പറയുന്നത്, അവളുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ള അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് പെൺകുട്ടികൾ ഇരയാവുമ്പോൾ പോലും അവരുടെ മുഖം മറച്ചുകൊണ്ട്, അവർ തെറ്റ് ചെയ്തതുപോലെയാണ് അവരുടെ പേരും അവരുടെ ഐഡന്റിറ്റിയും മറച്ചു വെച്ചുകൊണ്ട് ആ ദേശത്തിന്റെ നാമത്തിലൂടെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അടയാളപ്പെടുത്തുന്ന ഇടങ്ങളിൽ പൊതുസമൂഹത്തിന് ഈ ധൈര്യമില്ല. അവർ മാറി നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ തെറ്റ് ചെയ്തവരല്ല എന്ന് പൂർണ്ണബോധ്യമുള്ള ഇടങ്ങളിൽ പോലും പുരുഷ അതിക്രമത്തെ പറയുന്ന ഇടങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് ആരാണുള്ളത് എന്നുള്ളത് നമുക്കറിയാലോ. അവിടങ്ങളിൽ ഒന്നും ഈ ധൈര്യം നമുക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള അനേകം അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം നീതിയും പൊതുസമൂഹവും ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ള മുൻധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭയം ഒരു സ്ത്രീയുടെ ഉള്ളിൽ. ഞാൻ ഇരയാക്കപ്പെട്ടാലും ഞാനത് തുറന്നു പറഞ്ഞാൽ ആക്രമിക്കപ്പെടുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള ആ ബോധത്തിൽ നിന്നാണ് ആ അരക്ഷിതാവസ്ഥയിലേക്ക് അവൾ മാറുന്നത്. അത്തരം അരക്ഷിതാവസ്ഥകൾ നിലനിൽക്കുന്നിടത്തോളം നമുക്കൊരു സ്ത്രീ സൗഹൃദം എന്ന് ബോർഡ് എഴുതി വെച്ച് ആഘോഷിക്കാൻ പറ്റില്ല. അതിന് സാധ്യമായ വഴികളും സാധ്യതയുള്ള വഴികളും ഒക്കെ ഇനിയും തിരയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും എംപവേർഡായ സ്ത്രീകളെ കയറി തൊടാനൊന്നും അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇപ്പം ഈ ലിറ്ററസി നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമല്ലോ. ഒരു സമൂഹത്തിൽ സാക്ഷരത വ്യാപകമായി കഴിഞ്ഞാൽ അതിനെ പിന്നെ തിരിച്ച് സാക്ഷരത ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ എംപവർമെന്റ്. ഒരിക്കലും എംപവേർഡായ ഒരു തലമുറ സ്ത്രീകൾ വന്നു പോയാൽ അതിനെ ഒന്നും പിന്നില്ല പായമടക്കി ഇങ്ങനെ തെർത്തു വെക്കുന്ന പോലെ ഒന്നും പറ്റത്തില്ല. സ്ത്രീ എപ്പോഴും അവരുടെ റൈറ്റ് മനസ്സിലാക്കിയാൽ വളരെ പാടാണ്. ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ ഏതൊക്കെ തരത്തിൽ കോടതിയിൽ പോകാൻ പറ്റുമെന്നറിയാമോ? ഒന്ന്, ഗാർഹിക പീഡന നിരോധനം. നമുക്ക് അവനെ അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള റെസിഡൻസ് ഉത്തരവ് മേടിക്കാം. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും കൃത്യമായ ഒരു സാമ്പത്തികം ഭർത്താവ് കൊടുക്കണം. ആ രീതിയിലെല്ലാം നിയമം ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് അത് കൃത്യമായി എത്തുന്നില്ല? അതിനകത്തൊരു വേറൊരു സംഭവം എന്ന് പറയുന്നത് ഡിലേ ആണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഡിലേ ആണ്. ഇപ്പോൾ ജസ്റ്റിസ് ഡിലേസ് ജസ്റ്റിസ് ഡിനൈസ് എന്നാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതുവഴികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായൊരു ഓരോ ഘട്ടത്തിലും ഇന്ന ഇടങ്ങളിലെന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഇതിന് സാധ്യമല്ലെന്നും, മറിച്ച് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ളവർ, അതിൽ അഭ്യസ്തവിദ്യരായ ആളുകൾ മുതൽ പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ അവരുടെ ഉള്ളിൽ നിന്ന്, മാഡം പറഞ്ഞ പോലെ, ഒരു മനഃശാസ്ത്രപരമായി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. നമ്മളൊരു ദിവസത്തിൻ്റെ അവസാനം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തെളിയുന്ന ഒരു വികാരമുണ്ട്. അതുമായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കട്ടെ. അത് പേടിപ്പെടുത്തുന്ന ഒരു നാളെയുടേതാകാതിരിക്കട്ടെ. വിലയേറിയ സമയം ഈ ഒരു വളരെ പ്രസക്തമായ വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ ജെ ദേവിക, ഡോക്ടർ വിനീത വിജയൻ, അഡ്വക്കേറ്റ് അദീപ് വിജയൻ എന്നിവർക്ക് ആകാശവാണിയുടെ പേരിലുള്ള നന്ദി. സംവരണത്തിനും അപ്പുറം എന്ത്? സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുവഴികൾ ചർച്ച സമാപിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർ പ്രൊഫസർ ജെ ദേവിക, ഡോക്ടർ വിനീത വിജയൻ, അഡ്വക്കേറ്റ് അദീപ് വിജയ്. ചർച്ച നയിച്ചത് ദിലീപ് MK. നിർവഹണം ഐശ്വര്യ. നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.